ഒടുവിൽ മുട്ടുമടക്കി കാനഡ കോളടിച്ചത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് എന്താണെന്നല്ലേ? കേട്ടോളൂ, വിദേശ വിദ്യാർത്ഥികൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. കാനഡയിൽ പഠനം തുടരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇനി ആഴ്ചയിൽ 24 മണിക്കൂർ ജോലി ചെയ്യാം. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം എല്ലാ കാലത്തെയും അപേക്ഷിച്ച് അങ്ങേയറ്റം ഉടഞ്ഞ സാഹചര്യത്തിലായിരുന്നു ഇക്കഴിഞ്ഞ കുറച്ചു നാളുകളായി. നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ കാനഡ ബന്ധം ഉടഞ്ഞു തുടങ്ങിയത്. നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് മുഖ്യമായ പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിവാദങ്ങളാണ് ആളിക്കത്തിക്കൊണ്ടിരുന്നത്. ഇത്തരത്തിൽ ഒരു വശത്തെ വിവാദങ്ങൾ ആളിക്കത്തുമ്പോഴും മറുവശത്ത് കാനഡയിലേക്ക് സ്ഥിരമായി കുടിയേറ്റം നടത്തിയ ഒരു കൂട്ടം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്കകളായിരുന്നു. ദിനംപ്രതി ഇത്തരത്തിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ കാനഡ ബന്ധത്തിൽ നട്ടം തിരിയുന്നത് കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളും കുടിയേറ്റക്കാരും ആണ്. എന്നാൽ മറിച്ചുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സന്തോഷിക്കാം, കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി പുതിയ നിയമം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി കാനഡയിൽ 24 മണിക്കൂർ പ്രതിവാര തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇതോടെ ഈ വർഷം ആദ്യം യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ക്യാമ്പസിന് പുറത്ത് ആഴ്ചയിൽ 24 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ സാധിക്കും. ഇതുവരെ ആഴ്ചയിൽ 20 മണിക്കൂറാണ് അനുവദിച്ചിരുന്നത്. ഇന്റർനാഷണൽ സ്റ്റുഡന്റ് പ്രോഗ്രാമിനുള്ള പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതായി ഇന്റഗ്രേഷൻ അഭയാർത്ഥി പൗരത്വ മന്ത്രിമാർക്ക് മില്ലർ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപനം നടത്തിയത്. കൂടാതെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പഠന സ്ഥാപനങ്ങൾ മാറ്റുന്നതിന് മുമ്പ് ഒരു പുതിയ പഠന അനുമതിക്ക് അപേക്ഷിക്കുകയും അംഗീകാരം നേടുകയും വേണം. സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾ ലളിതമാക്കാൻ രൂപകൽപ്പന ചെയ്ത സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം, നൈജീരിയ സ്റ്റുഡന്റ് എക്സ്പ്രസ് തുടങ്ങിയ പ്രോഗ്രാമുകൾ കാനഡ ഔദ്യോഗികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. 6 വർഷത്തിനിടയിൽ SDS-ൽ നിന്നും കാര്യമായ നേട്ടം കൈവരിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇനി സാധാരണ അപേക്ഷാ പ്രക്രിയ പിന്തുടരേണ്ടി വരും. അതേസമയം വിദേശ വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമായിരുന്ന ഫാസ്റ്റ് ട്രാക്ക് സ്റ്റുഡന്റ് വിസ നൽകുന്നത് അവസാനിപ്പിച്ച് കാനഡ. സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം അടിയന്തരമായി അവസാനിപ്പിക്കുന്നതായി ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അറിയിച്ചിരുന്നു. നയതന്ത്ര ബന്ധം വഷളാകുന്നതിനിടെയാണ് കാനഡയുടെ പുതിയ പ്രതികാര നടപടി ഉണ്ടായത്. വിദ്യാഭ്യാസത്തിനായി കാനഡയിൽ എത്തിയവർക്കാണ് തിരിച്ചടിയായിരിക്കുന്നത് ഈ നടപടി. വിദേശ വിദ്യാർത്ഥികൾക്ക് കാനഡയിൽ തുടർ വിദ്യാഭ്യാസം നേടാൻ കാലതാമസം വരാതിരിക്കാൻ SDS പദ്ധതി ഗുണം ചെയ്തിരുന്നു. അപേക്ഷിച്ച് 20 ദിവസത്തിനകം രേഖകൾ പരിശോധിച്ച് അപേക്ഷകൾ അംഗീകരിച്ചിരുന്ന കാനഡയുടെ പദ്ധതിയാണ് SDS. ഇന്ത്യ, ചൈന എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ 14 രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് 2018-ലാണ് കാനഡ പദ്ധതി ആവിഷ്കരിച്ചത്. അതേസമയം കഴിഞ്ഞ മാസം കാനഡ ആദ്യമായി രാജ്യത്തേക്ക് അനുവദിക്കുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം കുത്തനെ കുറയ്ക്കുകയാണ് ഉണ്ടായത്. ഇത് സർക്കാരിന്റെ നയത്തിൽ ശ്രദ്ധേയമായ മാറ്റമാണ് പ്രകടമാക്കുന്നത്. കാനഡയിൽ 2025-ൽ 3,95,000, 2026-ൽ 3,80,000, 2027-ൽ 3,65,000, 2024-ൽ ഇത് 4,85,000-ൽ നിന്ന് കുറയുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചത്. അതേസമയം താൽക്കാലിക താമസക്കാരുടെ എണ്ണത്തിലും ഈ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. ദ നാഷണൽ പോസ്റ്റ് ആണ് പുതിയ ലക്ഷ്യങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പുതുമുഖങ്ങൾ സ്വാഗതം ചെയ്യുന്നതിൽ കാനഡ വളരെ കാലമായി അഭിമാനിക്കുന്ന രാജ്യമാണ്. എന്നാൽ സമീപ വർഷങ്ങളിൽ കുടിയേറ്റക്കാരെ കുറിച്ച് ദേശീയ സംവാദം വർദ്ധിച്ചു വരുന്ന ഭവന വിലകൾ കാരണം ഭാഗികമായി മാറിയിട്ടുണ്ട്. 2 വർഷം മുമ്പ് പലിശ നിരക്ക് ഉയരാൻ തുടങ്ങിയത് മുതൽ നിരവധി കനേഡിയൻ പൗരന്മാർക്ക് ഭവന വിപണിയിൽ നിന്ന് വില ഈടാക്കി. അതേസമയം കുടിയേറ്റക്കാരുടെ ഒരു വലിയ കുത്തൊഴുക്ക് കാനഡയിലെ ജനസംഖ്യയെ റെക്കോർഡ് തലത്തിലേക്കാണ് തള്ളിവിട്ടത്. ഇത് ഭവന ആവശ്യവും വിലയും വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ്.